അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്താ ഒരു പ്രവാസിയുടെ അവസ്ഥയാണ് ഇതട്ടാ. 34 വർഷമായി പ്രവാസം ആയിട്ട് ഇന്നും കടം ബാക്കി. സാധാരണ കൂലിപ്പണിയെടുക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ ഉള്ളവരുണ്ട് കേട്ടാ, ഈ പറയുന്ന ഞാനടക്കം. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ വേണ്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. സത്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മളൊക്കെ പ്രവാസ ലോകത്തേക്ക് വന്നിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ, നമ്മളിപ്പോൾ പ്രവാസ ലോകത്തേക്ക് വന്നിട്ട് കുടുംബക്കാരെയോ മറ്റുള്ളവരെയോ ഒന്നും തിരിഞ്ഞു നോക്കാതെ നമ്മളിവിടെ കിട്ടുന്നത് നമ്മളിവിടെ സ്വന്തമായിട്ട് ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരില്ല. പക്ഷേ ഞങ്ങൾ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങോട്ടാ. പക്ഷെ എൻ്റെലും ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ഒരു വട്ടപ്പൂജ ആയ നിലയിലാകാൻ കാരണം ഒരു വീടെടുത്ത് കടമായി, അതിൻ്റെ കൂടെ തന്നെ കുട്ടികളെ പഠിത്തം, ഇപ്പം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം തികയാതിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മൾ ആദ്യം ചിലവാക്കിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരൊരു ചോദ്യം ചോദിക്കലുണ്ട് കേട്ടോ, നിങ്ങളിതേപോലെ 34 വർഷമായില്ലേ പ്രവാസ ലോകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ 28 കൊല്ലമായില്ലേ ഗൾഫിൽ, നിങ്ങൾ എന്താ ഉണ്ടാക്കിയെന്ന്. പക്ഷെ അവർ കഴിഞ്ഞതും അവർക്ക് കൊടുത്തതും അവർക്കിത് വാങ്ങിയതൊന്നും അവരുടെ അടുത്ത് അന്നേരം കണക്കുണ്ടാവില്ല അല്ലേ. പക്ഷെ ഞാൻ പറയുന്നത്, ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ ഇതേപോലെ. നാട്ടിലുള്ളവരൊക്കെ അറിയണം, പ്രവാസി പ്രവാസി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം വരുമ്പോഴും ഓനോട് ചോദിക്ക്, ഓൻ ഗൾഫിലല്ലേ ഓനോട് തരാൻ പറയുന്നൊക്കെ പറയുന്ന എൻ്റെ നാട്ടിലുള്ളവരൊക്കെ ഇതറിയണം. 30, 34, 35 കൊല്ലം കഴിഞ്ഞിട്ടും വട്ടപൂജ്യമായിട്ട് എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുക എന്നൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ 5 കാര്യത്തിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, 6ാമത്തെ ഒരു കാര്യം കൂടി നിങ്ങളതൊന്ന് അതിൻ്റെ കൂടെ ചേർക്കണം. ഇതേപോലെ ഒന്നുമില്ലാതെ വരുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഒരു പലിശയില്ലാത്തൊരു സഹായം കടമായിട്ട് കൊടുക്കണം എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് ഇതേപോലെ കഷ്ടപ്പെടുന്ന പ്രവാസികളൊക്കെ മരണം വരെ സന്തോഷമായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പ് കടങ്ങളില്ലാത്തൊരു മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. എല്ലാവരോടും സ്നേഹം മാത്രം.